ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പം നമുക്ക് ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നല്ലതായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്തിട്ട് ഇടണം. അതേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം. ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വേവുന്നിടം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പം നമ്മൾ മാംഗോ ഐസ്ക്രീമിനുള്ള മാങ്ങ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. അത് മാങ്ങയുടെ പഴുപ്പിനനുസരിച്ചോ മധുരത്തിനനുസരിച്ചോ ഒക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. അതിലേക്ക് 1.5 ഗ്ലാസ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് ഈ മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയില്ല, കട്ട കെട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ എന്തായാലും മിക്സ് ആയാലും ഇല്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വീണ്ടും ഇത് ഒന്നും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഈ മിശ്രിതം ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മാംഗോ എസൻസും കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ തണുപ്പിച്ചത് വീണ്ടും നമ്മൾ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് 6 to 8 hours ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൽ കോരി വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ പാത്രങ്ങളിലോ ഗ്ലാസ്സിലോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ഒരു മോൾഡിലാക്കി ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഇപ്പം ഒരു 6 to 8 hours കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഒന്ന് ഈ മോൾഡിൽ നിന്നൊന്ന് ഊരി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.